സിനിമയിലെ ദൃശ്യങ്ങൾ അശ്ലീല സൈറ്റുകളിൽ പ്രചരിപ്പിച്ചുവെന്ന പരാതിയിൽ നടി ശ്വേത മേനോനെതിരെ കേസെടുത്ത പോലീസ്. അതേ പത്രിക തള്ളിയിരിക്കുകയാണ്. അത് ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന് വളരെ എവിഡന്റ് ആണ്. കാര്യം ആദ്യം തന്നെ നഗ്നത പ്രദർശിപ്പിച്ച് അഭിനയിച്ചു, പോൺ സൈറ്റുകളിലൂടെ ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ചു. നടി ശ്വേത മേനോനെതിരെ കേസ്. മാർട്ടിൻ മെനാച്ചേരി എന്നയാളുടെ പരാതിയിൽ എറണാകുളം CJM കോടതിയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് നടപടി. സാമ്പത്തിക ലാഭത്തിനു വേണ്ടി അശ്ലീല രംഗങ്ങളിൽ അഭിനയിച്ചെന്ന പേരിലാണ് നടിക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. ശ്വേത അഭിനയിച്ച ഗർഭനിരോധ ഉറയുടെ പരസ്യവും രതിനിർവേദം, പാലേരി മാണിക്യം, കളിമണ്ണ് തുടങ്ങിയ സിനിമകളുമാണ് പരാതിക്കാരൻ അശ്ലീല രംഗങ്ങളായി പരാതിയിൽ ഉന്നയിച്ചിട്ടുള്ളത്. എന്നാൽ ഈ കേസ് ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം താരസംഘടനയുടെ അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മോഹൻലാൽ പിന്മാറിയതോടെ ഈ സംഘടനയുടെ തലപ്പത്തിരിക്കാൻ വലിയ മത്സരമാണ് നടക്കുന്നത്. ദേവനും ശ്വേതയുമാണ് പ്രധാനമായും പ്രസിഡന്റ് സ്ഥാനത്തിനു വേണ്ടി മത്സര രംഗത്തുള്ളത്. അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ശ്വേത മത്സരിക്കാനൊരുങ്ങവേ തന്നെയാണ് ഇങ്ങനെ ഒരു ആരോപണം നടിക്കെതിരെ വന്നിരിക്കുന്നത് എന്നതാണ് എടുത്തു പറയേണ്ടത്. മാത്രമല്ല ശ്വേത മേനോന് കൂടുതൽ വിജയസാധ്യതയും കൽപ്പിക്കപ്പെടുന്നുണ്ട്. ചില പ്രമുഖരുടെ കണക്കുകൂട്ടലുകൾ തെറ്റിയതാകാം ഇങ്ങനെ ഒരു ആരോപണത്തിന് പിന്നിലെന്ന് വാദങ്ങളുണ്ട്. വിജയസാധ്യതയുള്ളവരെ തേടി പിടിച്ച് ആക്രമിക്കുന്നു എന്നാണ് ഉയരുന്ന ആരോപണം. ആദ്യം കുക്കു പരമേശ്വരനും ഇപ്പോൾ ശ്വേത മേനോനുമാണ് ഇത്തരത്തിൽ ആക്രമണം നേരിട്ടുകൊണ്ടിരിക്കുന്നത്.